ഈ നമ്മുടെ കെട്ടിടം, നിങ്ങൾ നിൽക്കുന്ന കെട്ടിടം ഇപ്പൊ ഞങ്ങൾ 2-3 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് ഞങ്ങൾ തന്നെ നേരിട്ടിട്ടാണ് നടത്തിയത്. ഞങ്ങൾക്കറിയാം എത്ര വരും. ഇത് നിങ്ങൾക്കറിയാം, ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ കാണണം. അതിന് പോലും ആയതിനേക്കാൾ ഇരട്ടി 1800 സ്ക്വയർ ഫീറ്റ് ആണ് ഇതുപോലെ ഞങ്ങൾ മാത്രമല്ല മറ്റു പല സന്നദ്ധ സംഘടനകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രകാരം ആ വീടിന് ഒരിക്കലും 30-35 ലക്ഷം വരില്ല. അപ്പൊ 20 ലക്ഷത്തിന് താഴെ വരുന്ന സ്ഥലത്ത് 15 ലക്ഷത്തോളം കൂട്ടി അവര് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ 1800 സ്ക്വയർ ഫീറ്റിന് മേലെ എത്ര വലിയ കരാറുകാർക്ക് കൊടുക്കും? ആ കരാറുകാർക്ക് റേറ്റ് 1800-1850 ആണ്. ഇപ്പൊ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളുടെ അശാസ്ത്രീയത, അത് മേൽക്കുരയിൽ നിന്നും മഴവെള്ളം, ഒരു ചെറിയ മഴവെള്ളം പോലും വീടിനുള്ളിലേക്ക് കയറുന്ന രീതിയിൽ അത്രയും ഇറച്ചാട്ടം ഇല്ലാത്ത രീതിയിലാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് അശാസ്ത്രീയമായ വീടാണ്. ആ അശാസ്ത്രീയമായ വീടിന്റെ വലിയ രീതിയിലുള്ള കുംഭകോണം നടക്കുന്നതിന്റെ ലക്ഷണമാണ് കാണുന്നത്. ഞാനൊരു കാര്യം പറയാം, 30 ലക്ഷം പോയിട്ട് അത് 15 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ബന്ധപ്പെട്ട വീട്ടുകാർക്ക് അതിനേക്കാൾ നല്ല വീട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. എന്തിനാ വീടിന്റെ പണം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ അത് ചെയ്യുമായിരുന്നു, ഘട്ടഘട്ടമായി കൊടുത്താൽ മതി. നമ്മളിപ്പോ ലൈഫ് പദ്ധതിയിൽ ഇത്രയൊന്നും പണമില്ലാതെ 5-10 ലക്ഷം രൂപയ്ക്ക് ഇതിനേക്കാൾ നല്ല വീട് അവർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് കൃത്രിമം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും സ്വന്തം മകൾക്കും മകന്റെ അമ്മായിയപ്പനും ഒക്കെ ഉണ്ടാക്കിയതിന് പുറമെ ഇന്ന് പാർട്ടിയുടെ പേരിൽ പോലും അഴിമതി നടത്തുവാൻ ഈ പാവപ്പെട്ട ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ച കുടുംബത്തിനോട് പോലും ഇതാണ് കാണിക്കുന്നതെങ്കിൽ അത് നമ്മൾ കണ്ടു. നേരത്തെ നമ്മൾ എൻ്റെ ജ്യേഷ്ഠനടക്കം മരിച്ച കോവിഡില് ദുരന്തം പേറിയ ആളുകളോട് കാണിച്ച ഒരു നിലപാട് കണ്ടു. കോവിഡ് ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും അവിടെ പണം ഉണ്ടാക്കുവാനാണ് ആരോഗ്യവകുപ്പും കേരള സർക്കാരും ചെയ്തത്. അതേ രീതി തന്നെയാണ് ഇപ്പോഴും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM വേണ്ടി മാത്രം പണിയെടുക്കുന്ന, അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഏക അവരുടെ സ്വന്തം സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അത് ഇനി എത്രയോ തെളിവുകൾ നമുക്കുണ്ട്. ഇന്ന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി മരുമകനായ റിയാസ് അവർക്ക് വേണ്ടിയുള്ള ഏജന്റായി പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ലോകത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഓഡിറ്റിന്റെ ചരിത്രത്തിൽ എടുക്കേണ്ടത്, ഒരു പണി എടുക്കുമ്പോൾ ആ പണിയുടെ പ്ലാൻ ഉണ്ടാക്കുന്നത്, ആ പണിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്, ആ പണിയെടുക്കുന്നത്, ആ പണിയുടെ സൂപ്പർവിഷൻ നടത്തുന്നത് എല്ലാം ഒരു ഏജൻസി ആയാൽ എവിടെയാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്? അത് തീരുമാനമെടുക്കേണ്ടത് എഞ്ചിനീയർമാരാണ്. എഞ്ചിനീയർമാർ എടുത്തതിന് ശേഷം എഞ്ചിനീയർ എടുക്കുന്ന എസ്റ്റിമേറ്റ് പ്രകാരം ടെൻഡർ വിളിക്കണം. ടെൻഡർ വിളിച്ചിട്ട് അവരെടുക്കുന്ന പണി നോക്കുവാൻ, സൂപ്പർവിഷൻ നടക്കുവാൻ എഞ്ചിനീയർമാർ വേണം. ഇതൊന്നും വേണ്ട, എല്ലാം അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് 10 രൂപയുടെ പണി 1000 രൂപയ്ക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള പണം ഇവർ വീതം വെച്ച് പാർട്ടിക്ക് കൊടുക്കുന്ന തീരുമാനത്തിലേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ CPM വളരെ പെട്ടെന്ന് മറ്റ് ആർക്കും പിടികിട്ടാത്ത രീതിയിൽ നടത്തുന്ന അവരുടെ തട്ടിപ്പ് കമ്പനിയാണ് ഊരാളുങ്കൽ സ്ഥാപനം. ആ സ്ഥാപനം നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ജനങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസത്തെ കെട്ടിടങ്ങൾ മാത്രമല്ല, നിലവാരങ്ങൾ മാത്രമല്ല ഓരോ അവസ്ഥ, ആരോഗ്യവകുപ്പിലെ കെട്ടിടങ്ങൾ മാത്രമല്ല, ആരോഗ്യവകുപ്പിലെ പ്രശ്നങ്ങൾ കാണും. തെരുവിൽ നായയെ കൊണ്ട് കടികയറ്റുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അറിയാം. ഇന്ന് വന്യമൃഗ ശല്യങ്ങൾ കൊണ്ട് ഇപ്പൊ കുറ്റ്യാടിയിലെ നിങ്ങൾക്കറിയാം 5-8 ദിവസമായി അവർ ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മുടെ ജില്ലയിലാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ ഇനി എന്തിനേറെ നമ്മുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കടലോര മക്കൾ. അവരുടെ അവസ്ഥ എന്താണ്? നമ്മൾ വെളിച്ചെണ്ണയുടെ വിലയല്ല, സാധാരണങ്ങളുടെ മൊത്തം വില, ആ വിലയിൽ വിപണിയിൽ ഇടപെടുമെന്നാണ് പറയുന്നത്. പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. എന്ത് വിപണി? ജനങ്ങൾക്ക് ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ജോലി പിൻവാതിലല്ലാതെ വേറെ എന്ത് ജോലിയാണ് ഇവർ കൊടുക്കുന്നത്? വ്യവസായ രംഗത്ത് പൂർണ്ണ പരാജയമാണ്. കിറ്റക്സ് അടക്കം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായതിന്റെ ഉത്തരവാദിത്വം ഭരിക്കാൻ അറിയാത്ത ഗവൺമെന്റാണ്. അതുകൊണ്ട് ജനങ്ങൾ അത് കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തുകൾക്കും സർക്കാരിനും എതിരാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസം ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളും ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടുകളുമായി അവർ മുന്നോട്ടിറങ്ങി. അധിക വർഷം പഴക്കമില്ലാത്ത കോഴിക്കോട് മത്സ്യ മാർക്കറ്റ് പുതുക്കിപ്പണിയുമ്പോൾ അതിനെ താങ്കൾ യോജിക്കുന്നുണ്ടോ? നോക്കൂ, 20 വർഷത്തിൽ താഴെ ഉള്ള കെട്ടിടമാണ് പൊളിക്കുന്നത്. അതിന് തൊട്ടടുത്ത് നിങ്ങൾക്കറിയാം ജവഹർ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ത്രിവേണി സംവിധാനം ഉണ്ടായത്. അവിടെ എനിക്കൊരു ഷോപ്പുണ്ട്. ഞാനൊരു റൂം വാടക എടുത്തിട്ടുണ്ട്. അത് 50 വർഷമായി. 45 വർഷം കഴിഞ്ഞു. 50 വർഷമായി. 50 വർഷമായി കെട്ടിടം ചോർന്നൊലിച്ചിട്ട് അത് നന്നാക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് 20 വർഷമായ കെട്ടിടം പൊളിയുന്നത്. ഇപ്പൊ അവർ പറയുന്നത് 50 കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ്.
കേന്ദ്ര സഹായം ചെയ്യേണ്ടത് എങ്ങനെയാ? ഇതുപോലെയുള്ള സ്ഥല സൗകര്യമില്ലാത്ത, യാതൊരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥലത്തല്ല ചെയ്യേണ്ടത്. 50 കോടി രൂപ കുറച്ചുകൂടി കോഴിക്കോട് നഗരത്തിന്റെ തിക്ക് തിരക്കുകൾക്കുള്ളിൽ നിന്ന് മാറി ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ മറ്റെല്ലാ നഗരസഭയിലും പോയാൽ അവിടെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ? ഓരോ സ്ഥലത്തും മാർക്കറ്റുകൾ. കോഴിക്കോട് ടൗണിൽ തന്നെ വേണമെന്നില്ല, കുറച്ച് 4-5 കിലോമീറ്റർക്ക് പുറത്തു പോയാൽ ഇതിനേക്കാൾ നല്ല സ്ഥലം കിട്ടുമല്ലോ. അവിടെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി എടുക്കാൻ കഴിയുമായിരുന്നല്ലോ. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ എടുക്കുന്ന 2 നിലപാടാണ്. ഒന്ന്, കോഴിക്കോട് നഗരസഭയിലെ പച്ചക്കറി മാർക്കറ്റ്, ഇത് സെൻട്രൽ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റാണ്. ഈ പച്ചക്കറി മാർക്കറ്റ് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ ആ സ്ഥലം കെട്ടിടം പൊളിച്ചു മാറ്റി അത് അവർ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വിൽക്കുകയാണ്. എന്നിട്ട് പകരമോ കല്ലുത്താൻ കടവിൽ നിന്ന് കുറച്ചുകൂടി ദൂരെ മാറി അവിടെ ഒരു യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പഠിച്ചു മാറ്റുകയാണ്. അപ്പൊ അവരെന്താ പറഞ്ഞത്? ടൗണിന്റെ തിരക്കിൽ നിന്നും മാറ്റണം ആണല്ലോ പറഞ്ഞത്. എന്തേ ഈ ഫിഷ് മാർക്കറ്റിൽ അത് നടപ്പിലാക്കാത്തത്? ഫിഷ് മാർക്കറ്റിൽ അത് നടപ്പിലാക്കുന്നതിന് ചെയ്യുകയാണെങ്കിൽ അവിടെ തൽക്കാലമായി ഒരു മെയിൻ്റനൻസ് നടത്തി, റിപ്പയർ നടത്തി, അത് പ്രവർത്തനസജ്ജമാക്കുകയും കുറെ കൂടി സൗകര്യമുള്ള ഒരു വലിയ ഒരു മാർക്കറ്റ് കുറച്ചുകൂടി അപ്പുറത്ത് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. നമുക്ക് തന്നെ കോഴിക്കോട് ഫിഷ് മാർക്കറ്റ്, ഈ സെൻട്രൽ മാർക്കറ്റ് കൂടാതെ നമുക്ക് ഇംഗ്ലീഷ് പള്ളിയിലുണ്ടല്ലോ, അതുപോലെ കല്ലായിലുണ്ടല്ലോ, അതുപോലെ പിന്നെ നമ്മുടെ ഇടിയങ്ങരയുണ്ടല്ലോ. എത്ര സ്ഥലത്ത് ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഫിഷ് മാർക്കറ്റ് എവിടെ പോയാലും ആളുകൾ വാങ്ങാൻ വരുന്ന സെൻട്രൽ മാർക്കറ്റ് മാറ്റിയെടുത്താൽ പറ്റാവുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് ദുരൂഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കടുംവെട്ടാണ്. ആ കടുംവെട്ട് ഞങ്ങൾക്ക് ഒരിക്കലും അധികാരത്തിൽ വരാനില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ 50 കോടി രൂപയുടെ വർക്ക് കരാറുകാർക്ക് കൊടുത്ത് അവരിൽ നിന്നും പണം ഈടാക്കി ഞങ്ങളുടെ കമ്മീഷൻ കൈപ്പറ്റണം എന്ന ധൃതിയാണ്, അതിനുള്ള വ്യഗ്രതയാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി പറയണം. അവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഷോപ്പുകളുടെ എണ്ണം നോക്കുക, ഇപ്പോൾ ഉണ്ടാക്കിയിരുന്ന ഷോപ്പുകളുടെ സ്ക്വയർ ഫീറ്റ് നോക്കുക, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന DPRൽ അത്രയും സ്ക്വയർ ഫീറ്റ് ഈ കെട്ടിടത്തിൽ ഈ കച്ചവടം ചെയ്യാനുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിഷ് 15ാം നിലയിൽ 20ാം നിലയിലോ പോയിട്ട് ഫിഷ് അവിടെ കൊണ്ടുവരാനും ഇറക്കാനും കയറ്റാനും കഴിയുമോ? അതിന് ഫിഷിന് അതിൻ്റെതായ ഒരു അടിസ്ഥാനമായ സൗകര്യങ്ങൾ വേണ്ടേ? അതില്ലാതെ അത്രയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് അവിടെ കച്ചവടത്തിലുള്ള കച്ചവടക്കാർക്കോ തൊഴിലാളികൾക്കോ ചെയ്യണം. അപ്പൊ അവരെയൊക്കെ സംഘടനാ തലത്തിൽ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയും മോഹ വലയത്തിൽപ്പെടുത്തിയും കൈക്കൂലിയും അതുപോലെയുള്ള മറ്റ് വിഹിതങ്ങളും ഒക്കെ തരാമെന്നൊക്കെ സൂചിപ്പിച്ച് ചില ആളുകളൊക്കെ സ്വാധീനിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഞങ്ങൾ പരമാവധി ഈ ആളുകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനും അത് നിയമപരമായി അതിൻ്റെ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാനും, ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളിൽ ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലും വലിയ ഒരു കോടതി ജനങ്ങളുടെ കോടതിയാണ്. ആ ജനങ്ങളുടെ കോടതിക്ക് മുമ്പാകെ ഇതെല്ലാം വ്യക്തമാക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. അവർക്ക് ബോധ്യമുണ്ട് അവിടെ അച്ഛൻ്റെ വോട്ട് വേറെ വാർഡിൽ, അവിടെ അമ്മയുടെ വാട്ട് വേറെ വാർഡിൽ, അവിടെ മക്കളുടെ വാർഡ് വേറെ ബൂത്തിൽ ഒക്കെ ആക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യം അവർക്ക് കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഈ ഭരണസമിതിക്കെതിരെയുള്ള ഒരു കൃത്യമായ വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.